ഇറാനുമായി സൗഹൃദത്തിന് അറേബ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ അറേബ്യൻ മീഡിയകൾ പ്രാധാന്യമായി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. വരാൻ പോകുന്ന ഭാവിയിൽ വീണ്ടും അമേരിക്കയുമായി സൗഹൃദം നടിക്കുന്നതോ അല്ലെങ്കിൽ സൗഹൃദ ബന്ധങ്ങൾ പുലർത്തുന്നതോ ഉചിതമായിരിക്കുന്ന കാര്യമല്ലെന്നും ഇപ്പോഴത്തേക്കാൾ കഠിനമായിരിക്കുന്ന പല പരീക്ഷണങ്ങളും അറേബ്യൻ രാജ്യങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ള അഭിപ്രായത്തിലാണ് ഇപ്പോൾ നിലപാട് മാറ്റത്തെക്കുറിച്ച് ഏറെക്കുറെ അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ താഡ് സിസ്റ്റം പോലെയുള്ള 2-3 പ്രതിരോധ സംവിധാനങ്ങൾ സൗദി അറേബ്യയിലും അതേപോലെ തന്നെ UAE ഉണ്ടായിരുന്നു. 2025 കഴിഞ്ഞ വർഷമാണ് അത് എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് അത് ഇസ്രായേലിലേക്ക് എത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അമേരിക്കയുടേതാണ്, സാമ്പത്തികപരമായ രീതിയിൽ സഹായം നൽകിയിട്ട് വെച്ചതല്ല എന്നൊക്കെ അമേരിക്ക അത് ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും ഹൂത്തികളുമായി സംഘർഷാവസ്ഥ ഉണ്ടായിരുന്ന സമയത്ത് പ്രതിരോധത്തിന് വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ വാങ്ങിയതാണ് എന്ന അഭിപ്രായം പുറത്തു വരുന്നു, അഥവാ പണം കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ളത്. അപ്പോൾ അത് വലിയ രീതിയിൽ താഡ് സിസ്റ്റങ്ങളൊക്കെ വലിയ രീതിയിൽ മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടാണ് കാണുന്നത്. എന്നാൽ 2025 അത് അവരെടുത്ത് കൊണ്ടുപോകുന്നു. പിന്നീട് അതിന് ബദൽ സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല. അന്ന് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അങ്ങനെ പ്രചാരത്തിലില്ലാത്തത് അല്ലെങ്കിൽ അത്തരം ഒരു വിഷയങ്ങളിലൊന്നും എത്താത്ത ഒരു കാലമായിരുന്നു. അതുകൊണ്ട് അത് വലിയ എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് എടുത്തു കൊണ്ടുപോയി 2 മാസം കഴിഞ്ഞ സമയത്താണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. തിരിച്ച് ഇറാൻ്റെ ഭാഗത്ത് ഇസ്രായേൽ നേരെ ആക്രമണമുണ്ടായി. അങ്ങനെ അവർ 2 രാജ്യങ്ങളും തമ്മിൽ പരസ്പരം നേർക്കുനേരെ യുദ്ധം ചെയ്തു. 13 ദിവസം നമുക്കറിയാവുന്നതാണ്. പിന്നീട് യുദ്ധം അവസാനിച്ചതായിട്ട് ട്രംപ് തന്നെ പ്രസ്താവനയിൽ പറയുകയും ചെയ്തു. അത് 2025 അതോടുകൂടി അവസാനിച്ചു, ശരി തന്നെ. പക്ഷേ 2026 രീതികൾക്ക് മാറ്റം വന്നു. ഇസ്രായേൽ അതേപോലെ തന്നെ ഇറാനെ ആക്രമിച്ചതിൽ അമേരിക്കക്കും പങ്കുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞു. തിരിച്ചടി കഠിനവും കഠോരവും ഭയങ്കരവുമായിരുന്നു. മാത്രമല്ല ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും മേഖല മാത്രമല്ല ആക്രമിക്കപ്പെട്ടത്, അറേബ്യൻ മേഖല ഒട്ടുമിക്ക മേഖല ആക്രമിക്കപ്പെട്ടു. പ്രതിരോധ സംവിധാനം തീരെ കുറവായിരുന്നു. പിന്നീട് ഘട്ടം ഘട്ടമായ രീതിയിലാണ് പ്രതിരോധ സംവിധാനം വരുത്തിയത്. ഉക്രൈൻ്റെ സംവിധാനം പോലും അറേബ്യൻ രാജ്യങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അന്ന് ഈ പറയപ്പെട്ട പ്രതിരോധ സംവിധാനം എടുത്തു കൊണ്ടുപോയ സമയത്ത് തന്നെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് വരാൻ സാധ്യതയുള്ളത് എന്ന് അമേരിക്ക കണക്ക് കൂട്ടിയിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ചെയ്യുന്ന എല്ലാ യുദ്ധവും അമേരിക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അവരങ്ങോട്ട് ഇരട്ട മക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുകയും ചെയ്ത് ജീവിക്കുന്ന വിഭാഗമാണ് എന്നതിനാൽ ഈ ഒരു ആക്രമണ രീതികൾ മുൻകൂട്ടി അമേരിക്ക കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് ആ പ്രതിരോധ സംവിധാനം എടുത്തു കൊണ്ടുപോകുന്നു. പിന്നീട് അത് ഇസ്രായേൽ സ്ഥാപിക്കുന്നു. അതിനുശേഷം ഈ യുദ്ധം വരുന്നു എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ജനകീയപരമായിരിക്കുന്ന പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ട് അഥവാ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിലെ ജനങ്ങളുടെ അഭിപ്രായം തേടുന്ന ഒരു രഹസ്യമായിരിക്കുന്ന സർവേ കാര്യങ്ങളൊക്കെ പല അറേബ്യൻ രാജ്യങ്ങളും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്? ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നിലപാടുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇറാൻ്റെ പക്ഷത്താണോ അല്ലെങ്കിൽ അമേരിക്കയുടെ പക്ഷത്താണോ? അതല്ല ഈ രണ്ടിൻ്റെയും എതിരെ നിന്നുകൊണ്ട് ഫലസ്തീനോട് അനുകൂലമായ രീതിയിലുള്ള പക്ഷത്താണോ? അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ ചോദ്യാവലി പോലെയുള്ള സംവിധാനങ്ങളാണ് ചെയ്തത്. അതിലൊക്കെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അറേബ്യൻ രാജ്യങ്ങളുടെ നയനിലപാടിന് മാറ്റം വരുത്തണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതലും. എന്നിട്ട് എന്ത് ചെയ്യണം? ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന സമീപനത്തിന് ആരാണോ രക്തസാക്ഷിത്വം വഹിക്കുന്നത്, ആരാണോ അക്രമവും യുദ്ധവും ചെയ്യുന്നത് അവരോടൊപ്പം നിൽക്കുക. ഈ നിലവിലെ സാഹചര്യത്തിൽ യുദ്ധം ചെയ്യുന്നത് ഇറാനാണ്. അപ്പോൾ ഇറാനോടൊപ്പം നിൽക്കുക എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. മുൻപ് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യ സ്വീകരിച്ച നിലപാടിനെ പ്രശംസിച്ചുകൊണ്ട് അവർ പറയുന്നു ആ സമയത്ത് ഇസ്രായേലിനോടൊപ്പം സഹകരിക്കാതെ അമേരിക്കയോടൊപ്പം സഹകരിക്കാനുള്ള നിലപാടായിരുന്നു അന്നത്തെ പ്രസിഡൻ്റായിരിക്കുന്ന ജോ ബൈഡൻ എടുത്തിരുന്നു. ജോ ബൈഡൻ അറേബ്യൻ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചുകൊണ്ട് ചെങ്കടൽ അതിർത്തി പങ്കെടുത്ത രാജ്യങ്ങളൊക്കെ തങ്ങളുമായിട്ട് സഹകരിക്കണം, അവിടെ ഹൂത്തി വിമതരെ ഇല്ലാതാക്കണം, സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയാക്കി ചെങ്കടലെ മാറ്റണം എന്ന അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതായിരുന്നു സൗദിയുടെ നിലപാട്. കാര്യം അത് യമൻ്റെ അതിർത്തിയുടെ ഭാഗമാണ്. അവരുടെ അതിർത്തി പങ്കിടുന്ന കടലാണ് ചെങ്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ രാജ്യത്തിനും അവരുടെ കടലതിർത്തി എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യത്തിൻ്റെ ഭാഗമാണ്. അതിൽ മറ്റൊരാൾക്ക് അവകാശം എടുക്കുക എന്ന് പറഞ്ഞാൽ ഭൂമി പിടിച്ചെടുക്കുന്നതിന് തുല്യം തന്നെയാണ്. തങ്ങൾക്കത് ഇടപെടാൻ വേണ്ടി പറ്റില്ല. മാത്രവുമല്ല ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അമേരിക്ക ഈ നിലപാടിൽ സഹായിക്കുകയാണെങ്കിൽ അത് ഇസ്രായേലിനെ സഹായിച്ചതിന് തുല്യമാണ്. ഇസ്രായേൽ ശത്രു രാജ്യമാണ്. ഫലസ്തീന് സ്വാതന്ത്ര്യത്തോടല്ലാതെ അവരുമായിട്ട് യാതൊരു സഹകരണം ഉണ്ടാവില്ല. അബ്രഹാം കരാർ പോലും തങ്ങൾ റദ്ദാക്കപ്പെട്ടത് അല്ലെങ്കിൽ ആ കരാർ വ്യവസ്ഥയെ തുടരാതെ കാണുന്ന പ്രധാനമായിരിക്കുന്ന കാരണം ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ
കൃത്യമായിരിക്കുന്ന ഒരു നിലപാട് അമേരിക്ക പറയാത്തത് കൊണ്ടാണ്, ഇസ്രായേൽ പറയാത്തത് കൊണ്ടാണ്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഭാവിയിൽ വരാൻ പോകുന്ന സ്ഥിതിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് കണ്ണും പൂട്ടിയിട്ട് അമേരിക്കയെ പിന്തുണക്കുന്ന നിലപാട് അപകടം ചെയ്യും. അതിന് ചൈനയുടെയും റഷ്യയുടെയും സഹകരണം വേണം. ഒമാൻ്റെ നിലപാടിനോട് പിന്തുണ നൽകണം. ഒമാനിൽ ഇപ്പോൾ ഈ ചൈനയ്ക്ക് എയർബേസ് ഉണ്ട്. അതിന് സമാനമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. രാജ്യസുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് അമേരിക്ക മതിയാകുമായിരുന്നുവെങ്കിൽ, നമ്മുടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ പ്രവൃത്തികളൊക്കെ അമേരിക്ക ചെയ്യുമായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഖത്തറിനെ ഇസ്രായേൽ ആക്രമിക്കരുതായിരുന്നു. അങ്ങനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്ക പ്രതിരോധിക്കേണ്ടിയിരുന്നു, മുന്നറിയിപ്പ് നൽകേണ്ടിയിരുന്നു. അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അവരുടെ പൂർണ്ണമായ രീതിയിൽ അവരെ വിശ്വസിച്ചുകൊണ്ട് അവരുടെ കൈവശത്തിലേക്ക് രാജ്യം അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവർ തങ്ങളെ അപകടത്തിൽപ്പെടുത്തും എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കയെ ഘട്ടം ഘട്ടമായിട്ട് ബഹിഷ്കരിക്കുകയും ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യം വൻ സൈനിക ശക്തിയും ബലമുള്ള രാജ്യമായിട്ട് ലോകം അംഗീകരിക്കുന്നു. ചില റിപ്പോർട്ടിൻ്റെ അകത്തൊക്കെ നോക്കുന്ന സമയത്ത് 10ാം സ്ഥാനത്തെങ്കിലും വരുന്നുണ്ട്, ലോക സൈനിക ശക്തിയിൽ 10ാം സ്ഥാനത്തെങ്കിലും ഇറാൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 3.5 ലക്ഷത്തോളം സൈനികരും ഏകദേശം 3 ലക്ഷത്തോളം റിസർവ് സൈനികരും അതോടൊപ്പം തന്നെ 1.5 ലക്ഷത്തിലധികം പുതിയതായിട്ട് സൈന്യത്തിലേക്ക് പ്രവേശനം നേടാൻ താല്പര്യം കാണിക്കുന്നവരുടെയും എണ്ണം നോക്കുന്ന സമയത്ത് ഏകദേശം 8 ലക്ഷത്തോളം വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു മഹാജനാവലി സൈനിക സംവിധാനമുള്ള ഒരു രാജ്യമാണ്. പിന്നീട് അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, മിസൈലുകളുണ്ട്, പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, യുദ്ധവിമാനങ്ങളുണ്ട്. മാത്രമല്ല ഇവർക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യവും മരണം അവർക്ക് ഷഹീദിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അമേരിക്കയൊക്കെ എടുക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ ഒരു ഇറാൻ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ എന്നൊരു പ്രത്യേകതയുണ്ട്. അത് അമേരിക്ക മനസ്സിലാക്കുന്ന അങ്ങനെ തന്നെയാണ്. അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കുന്ന, അവരെ പരസ്യമായ രീതിയിൽ എതിർക്കുന്ന ഓരോ രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ്, വേറൊരു രാജ്യവും ഇല്ല. അതുകൊണ്ട് അതിൻ്റേതായിരിക്കുന്ന ഒരു പ്രയാസം അവർക്കുണ്ട്. സൈനികപരമായ രീതിയിൽ എത്രത്തോളം ശക്തി ഇറാൻ ഉണ്ടാകുമോ അത്രത്തോളം മിടിപ്പ് ഇസ്രായേലിനുണ്ടാവും. കാര്യം അവർ ഇവരുടെ ആക്രമം പ്രതീക്ഷിക്കുന്നവരാണ്. തീർച്ചയായിട്ടും അത് ഉണ്ടാവുകയും ചെയ്യും. അവർക്ക് ആക്രമിക്കുന്നതിന് അങ്ങനെ വലിയ വിഷയമൊന്നും കാര്യമില്ല. ഇപ്പോഴത്തെ ഒരു ശാന്തത നോക്കണ്ട. ആ ശാന്തതയ്ക്ക് എവിടെയെങ്കിലും ഒരു ഇടിവ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഘോരമുള്ള യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കപ്പെടുമെന്ന് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ്: ഇറാനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള നിലപാട് ഉണ്ടാവുകയും സാമ്പത്തികപരമായും അല്ലാത്ത രീതിയിലും അവരെ സഹായിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തണമെന്ന് അറേബ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.